കഠോപനിഷത്തിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളത് മൃത്യോ സംമൃത്യം മാപ്നോതീയ വിനാവേ ഉപശ്യതി. അതിനർത്ഥം ലോകത്തിൽ മറ്റുള്ളവരോട് വേർതിരിവ് കാണിക്കുന്നവർ മോക്ഷത്തിനല്ല, മൃത്യുവിനാണ് അർഹരാകുക. കൊള്ളാം. ശാസ്ത്രത്തിന്റെയും മോക്ഷത്തിന്റെയും മൃത്യുവിന്റെയും ശിക്ഷണം നമുക്ക് തരുന്നു. എങ്കിൽ കേട്ടുകൊള്ളുക. യാ ശാസ്ത്രവിധി മുസ്ത്രജ്യ വാർത്തതേ കാമകാരതഃ ന സാ സിദ്ധിവാം ലോക്തേ ന സുഖം ന പരാംഗതേ. അർത്ഥം, അങ്ങയെപ്പോലുള്ള ബ്രാഹ്മണർ ശാസ്ത്രത്തെ അവഹേളിക്കുന്നവരാണ്. മാംസം ഭക്ഷിക്കുന്നവരും ലഹരി പദാർത്ഥങ്ങൾ സേവിക്കുന്നവരുമാണ്. അവർക്ക് സിദ്ധികൾ പ്രാപ്തമാവുകയില്ല, സുഖമോ പരഗതിയോ പ്രാപ്തമാവുകയില്ല. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാതിരുന്നാലും. ആരോപണമോ? ഒരു അതിഥിയുടെ രൂപത്തിൽ നാം വിദൂറിൽ വന്നു താങ്കളെ സ്വാഗതം ചെയ്തു. പക്ഷേ താങ്കൾ ബ്രാഹ്മണ ധർമ്മം പാലിക്കുന്നതിനു പകരം ഇവിടെ രാസലീലകളിൽ മുഴുകിയിരിക്കുകയാണ്. താങ്കൾ ഇവിടെ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ആചാരങ്ങളായിരുന്നു പാലിക്കേണ്ടിയിരുന്നത്. നമ്മുടെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി തരുവാനുണ്ടോ? ഉത്തരം തരൂ ബാജിറാവ്. ഉത്തരം തരാൻ ആരെങ്കിലും ഉണ്ടോ? ഉത്തരം തരാൻ. നിശ്ചയമായും ആചാര്യ. ഈശാവാസ്യ ഉപനിഷത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് ജന്മനാ ജായതേ ശൂദ്രഃ സംസ്കാരാത് ഭവേദ്വജഃ വേദപാഠി വിപ്രഃ ഇതി ബ്രയം ജാനതാം ബ്രാഹ്മൺ. അതിനർത്ഥം ജന്മനാൽ സമസ്തരും ശൂദ്രന്മാരാണ്. എന്നാൽ ലോകത്തിൽ മനുഷ്യർക്ക് മറ്റൊരു ജന്മം പ്രാപ്തമാകുന്നു. ഒരു കാര്യത്തിൽ മാത്രമാകരുത് ശ്രദ്ധ. ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽ കൂടിയാണ് വ്യക്തികൾ ബ്രാഹ്മണരാകുക. വിദ്യാ ദദാതി വിനയം വിനയാദ്യാദി പാത്രതാം. അതിനർത്ഥം വിദ്യ കൊണ്ട് വിനയം പ്രാപ്തമാകുന്നു. എന്നാൽ അങ്ങയുടെ അഹങ്കാരം കണ്ടില്ലേ? ക്ഷമിക്കണം ആചാര്യ, ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞുവോ? ഏതാണ് ആ പെൺകുട്ടി ദ്രുപദ്? ഇത് മോറോപ്പത്തിന്റെ മകളാണ് ആചാര്യ. മോറോപ്പന്തോ? വേദാന്തങ്ങളുടെ പണ്ഡിതനാണ് അദ്ദേഹം. കാശിയിലെ പേഷ്വയുടെ അനുജന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തോടെ ബാജിറാവ് ഇദ്ദേഹത്തെ ബിധൂറിലേക്ക് വിളിപ്പിച്ചു. പക്ഷെ ആചാര്യ, അങ്ങ് ഇത്തരത്തിൽ മൗനം പൂണ്ടാൽ ഞാനായിരുന്നെങ്കിൽ.
നാം കുട്ടികളോട് ഇടയാറില്ല. ശാസ്ത്രങ്ങളിൽ ചില മര്യാദകൾ വർണ്ണിച്ചിട്ടുണ്ട്. എപ്പോഴും സമന്മാരുമായിട്ട് വേണം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടേണ്ടതും. അതാണ് ശോഭിക്കുന്നതും. അത് നീ മനസ്സിലാക്കിക്കൊള്ളുക ദുർബദ്. നാം ഈ പെരുമാറ്റം വിസ്മരിച്ചുവെന്ന് ബാജിറാവു നമ്മോട് എതിർത്ത് സ്വയം നാശത്തിലേക്കുള്ള വഴി തെളിക്കുകയാണ്. Your Majesty. Meet our new Commissioner of Kanpur, Sir Harold Morland. നമസ്കാരം മിസ്റ്റർ മോർലാൻഡ്. ധാരാളം കേട്ടിട്ടുണ്ട് ഞാൻ. സൗഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് കാണാനും സാധിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളെ ബിതു? You should ask my wife's opinion. I'm pleasure to meet Your Excellency. ഇന്ന് ഈ കുട്ടി എന്നെ വളരെ എംബ്രേസ് ചെയ്തു. ഞാൻ ധാരാളം പഠിച്ചുന്ന ഒരു പ്രതീതി അനുഭവപ്പെട്ടു. ഷീസ് എ ഡെലൈറ്റ്ഫുൾ ചൈൽഡ്. എന്താണ് നിന്റെ പേര്? പേര് പറയും മോളെ. എന്റെ പേര് മണികർണിക എന്നാണ്. Manikarnika? Harry, what is the meaning of Manikarnika? It's another word of the great River Ganges. Oh, Manikarnika, beautiful name. ഞാൻ നിനക്കൊരു പ്രസന്റ് തരാൻ ആഗ്രഹിക്കുന്നു. വാങ്ങിച്ചോളൂ. നിനക്ക് തന്നെയാണ്. മനു, വാങ്ങിക്കോളൂ, ഉപഹാരമാണ്. ഞാനെന്തോ സ്വപ്നം കാണുകയാണ് ജോത്സ്യരെ. ഇത് സ്വപ്നമല്ല മൊറോപ്പൺ. അങ്ങയുടെ പുത്രിയുടെ ജാതകത്തിൽ രാജയോഗം കാണുന്നു. അവൾ റാണിയായി തീരുമെന്ന് ഇതിൽ കാണുന്നത്. റാണിയോ? അങ്ങയുടെ പുത്രി പേരിൽ മാത്രമല്ല റാണി. അതെ മൊറോപ്പൺ, അവൾ റാണിയായി ചരിത്രം സൃഷ്ടിക്കും. എന്റെ മനു റാണിയാകുമെന്നോ? ജോത്സ്യരെ, ഏത് ദേശത്തെ റാണിയായിരിക്കും മനു? ഝാൻസിയിലെ അധിപതി മഹാരാജൻ ശ്രീമൻ ഗംഗാധർ റാവ് യവൽക്കർ രാജ്യസഭയിലേക്ക് എഴുന്നള്ളുന്നു. മഹാരാജാവ് ഗംഗാധര റാവു, 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 മഹാരാജാവ് ഗംഗാധര റാവു. എന്തു പറ്റി ജാനകി? നിന്റെ മുഖത്ത് ഒട്ടും സന്തോഷം കാണുന്നില്ലല്ലോ. ജ്യേഷ്ഠത്യമ്മേ, എനിക്ക് ജ്യേഷ്ഠത്യമ്മയെ പോലെ കൗശലങ്ങളും അറിയില്ല. അതുമാത്രവുമല്ല, സന്തോഷമാണെന്ന് അഭിനയിക്കാനും അറിയില്ല.
उत्तिष्ठ ब्राह्मणस्पते देवानियज्ञे निबोधय आयु प्रणवं पुरक्षरा ऋज्वा सन्तु पन्तः ये विकर्वायो यन्तु नो वरेयम् अमरेयमा सम्भगो निनात् सञ्जा നമ്മുടെ അധികാരം കൈവശപ്പെടുത്തി കൂടുതൽ നാൾ അങ്ങ് സമാധാനപരമായി ഇവിടെ വാഴില്ല ചെറിയച്ച. മഹാരാജാവ് ഗംഗാധര റാവു മഹാരാജാവ് 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 മഹാരാജാവ്. ഝാൻസിയിലെ ഈ അനന്തരാവകാശിയെ രക്ഷിക്കണേ പ്രഭു. ചുറ്റും ശത്രുക്കളാണ്. മഹാരാജാവ് ഗംഗാധര റാവു മഹാരാജാവ് ഗംഗാധര റാവു മഹാരാജാവ് ഗംഗാധര റാവു. യുവർ മാജസ്റ്റി, അങ്ങ് ഉറപ്പായും രാജാവാണ്. ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ഇപ്പോഴും കമ്പനിയുടെ മേൽ ഉള്ള അധികാരം, ഐ മീൻ കോട്ട് എ വേർഡ്, ഞങ്ങളുടേതാണ്. മഹാരാജാവ് ഗംഗാധര റാവു 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 മഹാരാജാവ് ഗംഗാധര റാവു. എന്താണ് നോക്കുന്നത് താത്യ ദീക്ഷിത്? ഇരിപ്പിടങ്ങൾ ശൂന്യമായത് നോക്കുകയായിരുന്നു മഹാരാജൻ. എന്തു ചെയ്യും ദീക്ഷിത്? നമ്മുടെ ജാതകം അത്യന്തം മഹത്വമേറിയ ഒരു ജാതകമാകയാൽ അതുമായി പൊരുത്തപ്പെട്ട ഒന്നും പ്രാപ്തമാകുന്നില്ല. ശ്രീമന്ത് സർക്കാർ, ഈ സേവകന് ഒരു പ്രാവശ്യം അവസരം തന്നാലും. മഹാരാജാവ് ഗംഗാധര റാവു മഹാരാജാവ് ഗംഗാധര റാവു മഹാരാജാവ് വിജയിക്കട്ടെ. മഹാരാജൻ, എന്താണ് കാര്യം ശ്യാമറാവു? എന്താണ് സംഭവിച്ചത്? അനർത്ഥം സംഭവിച്ചിരിക്കുന്നു മഹാരാജൻ. ചീറ ഗ്രാമത്തിലെ രാജാവ് ബെക്സിംഗിന്റെ വിരോധികളെ വെള്ളക്കാർ ഒന്നൊന്നായി കൊന്നൊടുക്കി മഹാരാജൻ. അതുകൂടാതെ അവരുടെ അതിർത്തികൾ കൈവശപ്പെടുത്തി അവരുടെ കുടുംബാംഗങ്ങളെ അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നു മഹാരാജൻ. ശ്രീമന്ത്, ഇത് സംഭവിക്കേണ്ടതായിരുന്നു. ശബ്ദിച്ചു പോകരുത് റായ് ദുലാജോ. മറ്റൊരാളുടെ മാനസികാവസ്ഥയെ മുതലെടുക്കുകയാണ് ബ്രിട്ടീഷുകാർ. നാം മാത്രമല്ല, അയൽ രാജ്യത്തെ രാജാക്കന്മാർ പോലും മൗനം പൂണ്ടിരിക്കുകയാണ്. ആശ്ചര്യമെന്ന് പറയട്ടെ, 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളക്കാർ പുറം രാജ്യത്തെ കൂടാതെ പൂനെ വരെയുള്ള മഹാരാജാക്കന്മാരുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുമായിരുന്നു. എന്നിട്ടിന്ന് നമ്മുടെ രാജ്യത്തിൽ നമ്മൾ കുറ്റവാളികളെ പോലെ ജീവിക്കുകയാണ്. പക്ഷേ ഇനി അതിന് നാം അനുവദിക്കുകയില്ല. ഝാൻസിയിലെ രാജാവ് നീതിമാനായിരിക്കും. സത്യസന്ധനായ രാജാവ്. മഹാരാജാവ് 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 മഹാരാജാവ്. വേഗം വരൂ മന്ദിര, വേഗം ആവട്ടെ, സമയമില്ല. ഇന്ദുവിനുള്ള സ്ത്രീധനം എത്തിക്കണം. സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വേണം വെക്കാൻ. അതെ, ഇത് അതിന്റെ പുറത്തേക്ക് വെച്ചേക്ക്. എന്റെ ദൈവമേ, മെത്തേഡ് പുറത്ത് വെക്ക്. അതെ അതെ, സൂക്ഷിച്ചു വെക്ക്.
ചേച്ചി അവര് കൊണ്ടുപോയില്ലെങ്കിൽ വേണ്ട, ചേട്ടൻ വരുമ്പോ ഞാൻ കണ്ടോളാം. ഇതുപോലുള്ള ഗൃഹസ്ഥിതി ഇന്ന് വരെ ഞാൻ ഒരു ജാതകത്തിൽ കണ്ടിട്ടില്ല. അങ്ങയുടെ പുത്രിയുടെ ജാതകത്തിൽ രാജയോഗം കടന്നു. അവൾ റാണിയായി തീരുമെന്ന ഇതിൽ കാണുന്നത്. ആ അച്ഛൻ എവിടെ പോയിരുന്നു? ഏത് സ്വപ്നത്തിലാ? ഞാൻ എന്റെ റാണിയെ നോക്കി നിന്ന് പോയതാ. ആ കൊള്ളാലോ, ഇന്ന് ഭയങ്കര സ്നേഹാണല്ലോ. മനു, എപ്പോഴാ ഞാൻ നിന്നെ സ്നേഹിക്കാതിരുന്നിട്ടുള്ളത്? എന്നും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നുണ, എപ്പോ നോക്കിയാലും ശാസനയാ. ആ ശാസനയ്ക്ക് പിന്നിൽ മറഞ്ഞിരുന്ന എന്റെ സ്നേഹത്തെ നീ മനസ്സിലാക്കിയില്ലേ? അയ്യോ അല്ല അച്ഛാ, എനിക്കെല്ലാം അറിയാം. അച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ എന്നെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ലെന്ന് എനിക്കറിയാം, അല്ലേ? അതേ മോളെ, ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്നെങ്കിലും ഒരു ദിവസം നിന്റെ വിവാഹവും നടക്കും. അന്ന് എന്റെ മോളും ഈ അച്ഛനെ പിരിഞ്ഞ്. ഇല്ല അച്ഛൻ, ഞാൻ എവിടേക്കും പോയില്ല. ഇല്ല മോളെ, ഒരു പെൺകുട്ടിക്കും ജീവിതകാലം മുഴുവൻ അതിന് സാധിക്കില്ല. പക്ഷെ അച്ഛൻ സദാ അച്ഛന്റെ മനുവിനോടൊപ്പം താമസിക്കും. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ശരി ശരി. പിന്നെ അച്ഛാ, അച്ഛനിന്ന് ഗംഗാനദിയിൽ സ്നാനത്തിന് വന്നില്ലല്ലോ. അറിയോ അവിടെ എന്താ സംഭവിച്ചെന്ന്? എന്താണ് ഈ പറയുന്നത് വിൻസെന്റ് സർ? അപ്പോൾ ഞങ്ങൾക്ക് നദിയിലും പോകരുതോ? യുവർ മാജസ്റ്റി, വിഡ്ഢൂരിലെ ജനങ്ങൾ ഇതൊരു വിവാദമാക്കിയിരിക്കുന്നു. വിവാദമോ? ഈ ഒരു ചെറിയ വിഷയത്തെ താങ്കൾ വിവാദമായി കാണുകയാണോ? വിൻസെന്റ് സർ, ഇത് ഞങ്ങളുടെ ധർമ്മത്തിന്റെ പ്രത്യേകതയാണ്. ഞങ്ങളുടെ ധാർമ്മികമായ വിഷയങ്ങൾ ഇതേ തരത്തിൽ തുറസായ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യുകയാണ് പതിവ്. ഞങ്ങളുടെ വിശ്വാസത്തെ ദൃഢമാക്കുന്നത് ഈ തരത്തിലാണ്. ഈ രീതികൾ പുരാതന കാലം മുതൽ നടന്നു വരികയുമാണ്. ഞങ്ങളുടെ വിഷയത്തിൽ സാരമില്ല. യുവർ മാജസ്റ്റി, അങ്ങ് ഈ ഇൻസിഡന്റിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഈ പെൺകുട്ടി അവരോട് ആവശ്യത്തിലേറെ തട്ടിക്കയറി. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അവരോട് അടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മിണ്ടരുത്. ശ്രീമൻ സർക്കാർ സംസാരിക്കുന്നുണ്ട്. ചെന്ന് പൂജയ്ക്ക് വേണ്ട തയ്യാറാക്ക്. ഞാൻ വന്നേക്കാം. ചെല്ല്.